എറിഞ്ഞു എറിഞ്ഞു ആഞ്ഞെറിഞ്ഞു ആഞ്ഞെറിഞ്ഞു തല 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 അവൻ്റെ മുട്ടയുടെ തല തല എറിഞ്ഞു 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 നമ്മളെ ഹൈ ഭ്രാന്തി അങ്ങോട്ട് നിന്റെ കൊണ്ട് ഓ ദേ പോയി ഡാമിട്ടെ വല്ലം കഴിക്കാൻട്രാ ഇല്ല സ്വാമി. എന്നാ പോയി ഉണ്ടാക്കട കന്നാലേ എന്തുട്ടാ സ്വാമി, എൻ്റെ പേര് സോമൻ. ഇത് എൻ്റെ ഭാര്യ ജയഭാരതി. ഈ ക്രാബെങ്ങനെ കയ്യിന്ന് പോയി? സ്വാമി, ഞങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാ. വീട്ടുകാർക്ക് സമ്മതമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിച്ചു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. തലയിപ്പ തെറിച്ചേനെ. കിളിപ്പോയി. അന്ന് ഭ്രാന്തായി പോയതാ സ്വാമി. അമ്മ അത് മനഃപൂർവ്വം ചെയ്താണെന്ന് പറഞ്ഞ് ഇപ്പൊ അമ്മയെ കൊല്ലാൻ നടക്കുക. സ്വാമി, ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല. സൈക്കാട്രിയിൽ ഇതിന് മരുന്നില്ലത്രേ. അങ്ങനെ ഇരിക്കുമ്പോഴാ കുന്നുമേ ജാനകി സ്വാമിയുടെ കാര്യം പറഞ്ഞത്. ജാനകി, ഈ ലെഫ്റ്റ് കണ്ണിന് താഴെ വട്ടപ്പുള്ളിയുള്ള ജാനകി. അതെ, അത് തന്നെ. സ്വാമി, ഇതിനൊരു പരിഹാരം കാണണം. കിഴി കൊണ്ടുവന്നിട്ടുണ്ടാ? ഒഴിച്ചിലും പിടിച്ചിലും ഒക്കെ വേണോ സ്വാമി? അല്ലാന്ന്, ചെമ്പിന്റെ കിഴി. ഇച്ചിരി ചെലവുള്ള ഏർപ്പാടാട്ടാ. അതെന്തായാലും കുഴപ്പമില്ല സ്വാമി. എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. എന്റെ ഈ മരുമകളുടെ ഭ്രാന്തൊന്ന് മാറി കിട്ടിയാ മതി. ഉടഞ്ഞു നില്ല. ഡാമിട്ടെ, തുടങ്ങട്ടാ പരിപാടി. ഇവളെ വിട്ടൊഴിഞ്ഞു പോ. നിനക്ക് എന്തു വേണം? പണി കിട്ടോ സ്വാമി? ഈ തള്ളയെ കൊല്ലാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഇടിച്ചു കേട്ടവളെ. ഓം ബ്രഹ്മണമജാമഹേ വന്ദിം പുഷ്പവർദ്ധനമുരുലോമേ വന്ദിം പുഷ്പവർദ്ധനമുരുലോമേ. എന്തോ ഇത്? ഒന്നുമില്ലടാ. എന്താ സോമേട്ട? എന്താ എനിക്ക് സംഭവിച്ചത്? ഒന്നുമില്ല പൊന്നെ. ഇല്ല, എന്തോ ഉണ്ട്. അച്ഛ, എന്താ ഉണ്ടായത്? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ആ കഥ കുട്ടിക്ക് സോമേട്ടൻ ഒരു കടങ്കഥ പോലെ പറഞ്ഞുതരും. അയ്യോ, അമ്മ എവിടെയേട്ടാ? സ്വാമി, അമ്മ. ശിഷ്യ സ്വാമി, ആ പലക തിരിക്കൂ. സ്വാമി, കയറ് കഴുത്തി കുറുക്കി തള്ള പടിയായി സ്വാമി.